നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോളെ പേടിക്കണ്ട, ഒന്നുമില്ല. പപ്പേട്ട, വണ്ടി നേരെ ഭാവന്റെ അടുത്തേക്ക് വിട്ടു. പേടിക്കണ്ട. ധൈര്യമായിട്ടിരിക്കും മോളെ. വാ. എന്താ വിജയപത്മ, ഭാമയ്ക്ക് എന്ത് പറ്റി? ഒന്നും പറയണ്ട ജയമ്മളെ, ദൈവാധീനം കൊണ്ടാ ഭാമ ഇന്ന് ഞങ്ങളുടെ മുന്നിൽ വന്ന് പെട്ടത്. എന്താ പറ്റി? വല്ലാണ്ടിരിക്കണ്ടല്ലോ. ഭാമ നല്ലതുപോലെ പേടിച്ചിട്ടുണ്ട്. ഈ വിവരം അറിയുമ്പോ ഭാവനയ്ക്ക് ടെൻഷൻ ആവുന്ന എന്റെ പേടി. ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഭാവന മുറിയിലുണ്ട്, മോളങ്ങോട്ട് ചെല്ല. ജയ, വാ മോളെ. ചെല്ല മോളെ. ചെല്ല്. വാ, നിങ്ങളകത്തേക്ക് വാ. ആ, നിങ്ങളിരിക്കേ. ജയക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അതൊരു സന്തോഷ വാർത്തയാ ജാനകി. ദൈവത്തിന്റെ ആ പരീക്ഷണത്തിൽ നിന്നും ജയ രക്ഷപ്പെട്ടു. ഈശ്വര, സന്തോഷായി. അതെ ജാനകി, സൂര്യപ്രഭയിലെ സ്വാമിജിയുടെ കൈപുണ്യം കൊണ്ട് എനിക്ക് എന്റെ ജീവിതം തിരിച്ചു കിട്ടി. ഭാമയോ? ഭാവനയുടെ ഒപ്പം ഉണ്ട്. കേട്ടോ വിജയപത്മ, ഈ ആയുർവേദവും പ്രകൃതി ചികിത്സയൊക്കെ പലർക്കും പുച്ഛ. പക്ഷേ അനുഭവസ്ഥർ പുച്ഛിക്കില്ല. അതെ ദേവ, സത്യം പറഞ്ഞ പ്രകൃതി തന്നെയുണ്ട് എല്ലാ ഔഷധങ്ങളും.
അത് കണ്ടെത്തി അതിന്റെ ഔഷധ ഗുണം മനസ്സിലാക്കിയ ഒട്ടുമിക്ക രോഗങ്ങൾക്ക് ശമനം ഉണ്ടാവും. അതാ ഇവിടെ ജയക്ക് ആരുടെയൊക്കെയോ പ്രാർത്ഥന ഫലിച്ചു എന്നേ പറയാൻ പറ്റൂ. അതൊരു സത്യ. ഭാവനയുടെ നന്മയാ ജയെ നിന്റെ ഈ തിരിച്ചുവരവ്. ശരിയാ ജാനകി, ഭാവനയുടെ പ്രസൻസ് മാത്രം മതി നമുക്ക് മനസ്സിന് ആശ്വാസം കിട്ടാൻ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എത്ര വേഗം എനിക്ക് സുഖം പ്രാപിക്കാൻ പറ്റുമെന്ന്. ഞങ്ങളെ തന്നെ കണ്ടില്ലേ, സത്യത്തിൽ മരിക്കണോ ജീവിക്കണോ എന്ന് അറിയാതെ നിൽക്കുമ്പോഴാ ഭാവന കാരണം എല്ലാം തിരിച്ചു കിട്ടുന്നത്. അതെ ജയെ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയതെല്ലാം തിരിച്ചു കിട്ടിയില്ലേ? എല്ലാം ദൈവത്തിന്റെ തീരുമാനങ്ങളാ ജാനകി. അതെ. നീ എന്താ ഭാമ മറിഞ്ഞു നിന്നത്? എന്താ ചോദിച്ചത് കേട്ടില്ലേ? ജയാന്റിയ എന്നെയും കുഞ്ഞിനെ ഈ റൂമിലേക്ക് കൊണ്ടാക്കിയത്. ചേച്ചിയെ ഫേസ് ചെയ്യാൻ മടിച്ചിട്ടാ ഞാൻ മാറി നിന്ന. അതിന് നിനക്ക് ശരിയെന്ന് തോന്നിയതല്ലേ നീ ചെയ്തിട്ടുള്ളൂ. പിന്നെന്താ? സോറി ചേച്ചി, വീണ്ടും വീണ്ടും തെറ്റുപറ്റുന്നത് എനിക്കാ. ഇത്തവണ ഞാൻ തോറ്റുപോയി. ഒരാള് ഞാൻ തോറ്റുപോയിന്ന് സ്വയം പറഞ്ഞു പോയാ അയാളെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി കാര്യം പറ. പെട്ടെന്ന് ഇവിടേക്ക് നീ വരണമെങ്കിൽ എന്തെങ്കിലും തക്കതായ ഒരു കാരണം ഉണ്ടാവും. അമ്മയുടെ അമ്മ എന്നെ ബുദ്ധിപൂർവ്വം ട്രാപ്പിലാക്കിയതായിരുന്നു. മനസ്സിലായില്ല? ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ചേച്ചി. എന്നാലും നിനക്ക് ഭരത്തിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയില്ലോടി? സോറി ചേച്ചി, ഭരത്ത് അരുന്ധതിയെ ക്രൂരമായിട്ട് മർദ്ദിച്ചതുകൊണ്ടാ ഞാൻ അമ്മയ്ക്കൊപ്പം നിന്ന. ഇനി ഞാൻ എവിടെ നിന്ന എനിക്കും എന്റെ മോൾക്കും എന്ത് സംഭവിക്കും? ഇപ്പൊ വരുന്ന വഴിക്ക് ആ അനിരുദ്ധൻ എന്നെ പിന്തുടർന്ന് വന്നതാ. പക്ഷെ വല്യച്ഛനും വല്യമ്മയും ആ സമയത്ത് അവിടെ വന്നതുകൊണ്ടാ അയാളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത്. വല്യച്ഛൻ അയാൾക്ക് കണക്കിന് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് വല്യച്ഛനും വല്യമ്മ എവിടെ? ആന്റിയോട് അങ്കിളിനോട് സംസാരിക്കും. എന്താ അമ്പാലിക ആന്റിയുടെ ഉദ്ദേശം എന്ന് അറിയണമല്ലോ. ഹലോ, എന്താ ആന്റി, നിങ്ങൾ ഒരിക്കലും നന്നാവില്ല എന്ന ശബ്ദം എടുത്തിരിക്കുകയാണോ? എന്താ ഭാവനെ, എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. വെറുതെ അഭിനയം വേണ്ട ആന്റി. കുറെ നാളായി ഞാനിത് കാണുന്നു. ഭാമയും കുഞ്ഞും ഇപ്പൊ എന്റെ അടുത്തുണ്ട്. എന്താ ആന്റി ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? സത്യം പറഞ്ഞ നിങ്ങളൊക്കെ ഇനി എന്താ ചെയ്യണ്ടേന്ന് ഞാൻ ആലോചിക്കുന്നത്. ഏട്ടനും അനിയത്തിയും കൂടി ഒരുമിച്ച് ലോക്കപ്പിൽ കിടക്കുന്നത് കാണണോ? നീ എന്തൊക്കെ ഈ പറയുന്ന ഭാവനെ? ഞാനും ഏട്ടനും കൂടി എന്ത് ചെയ്തു? വേണ്ട ആന്റി, ഒന്നും അറിയാത്തതുപോലെ ഒന്നും നടിക്കണ്ട. എന്തായാലും നിങ്ങളുടെ പുന്നാര ഏട്ടന് വലിയച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കണക്കിന്. ഭാമയ്ക്കോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ. ഭാവനെ, നീ വെറുതെ ഒരു കാര്യമില്ലാതെ സംസാരിക്കരുത്. ഭാമയും കുഞ്ഞിനെയും വല്ലതും ചെയ്യണമായിരുന്നെങ്കിൽ എനിക്ക് എപ്പോഴേ ചെയ്യാമായിരുന്നു. അവരിത്രയും നാളും എന്റെ കൂടെ അല്ലേ കഴിഞ്ഞിരുന്നത്. അതൊന്നും ആന്റി പറയണ്ട. അവസരം കിട്ടിയാ എപ്പോഴാണ് നിങ്ങളുടെ സ്വഭാവം മാറുന്നതെന്ന് പറയാൻ പറ്റില്ല.
നിങ്ങളുടെ ഏട്ടൻ ഇതുവരെ കിട്ടിയതൊന്നും പോരായിരിക്കും അല്ലേ? എന്തായാലും അയാളെ ഞാനൊന്ന് കാണുന്നുണ്ട്.